ഗർഭിണി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസവാനന്തര കാലഘട്ടത്തിൽ പലരും ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. ചിലർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പം അതൊക്കെ എൻ്റെ യൂട്യൂബ് വാർത്തകൾക്ക് കീഴിലുള്ള കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ എല്ലാവരും വരും, മീഡിയ വരും, വനിതാ സംഘടനകൾ വരും എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അത് പക്ഷേ അവരുടെ അജ്ഞത കൊണ്ടാണ് അവരങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം തന്നെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഗർഭകാലഘട്ടം, പ്രസവാനന്തര കാലഘട്ടവും. അതോടൊപ്പം തന്നെ ആർത്തവത്തിനോടനുബന്ധിച്ച സമയവും, അതായത് പെരിമെനോപോസൽ ഏജ് എന്ന് പറയും, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച ഒരു സമയം. ആ സമയത്തും പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം ഇപ്പം റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണെങ്കിൽ ആർത്തവത്തോടനുബന്ധിച്ച് അവർക്ക് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം മുതലായ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അത് എപ്പോഴും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പൊട്ടിത്തെറിച്ചെന്നിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചികിത്സ ആവശ്യമുള്ള ഘട്ടങ്ങളാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ എത്തുകയാണെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും മരുന്ന് ചികിത്സയും വഴി പൂർണ്ണമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. ഒരു മടി വിചാരിച്ച് വരാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ആജീവനാന്തരം മരുന്നുകൾ കഴിക്കേണ്ടി വരികയില്ല. ഏതാനും മാസങ്ങൾ കൊണ്ട് നമുക്ക് ചികിത്സ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ്.